ഗോഡൌൺ കിട്ടി. ആ ഗോഡൌണിലെ സാധനം വന്നില്ല വെച്ചാൽ വാടകയ്ക്ക് കൊടുത്ത ആൾക്ക് ഉത്തരവാദിത്വമില്ല അല്ലേ? അത്രേ ഉള്ളൂ. ഞാൻ പറയുന്നത് തമിഴ്നാട് എന്തുകൊണ്ടാണ് പുതിയ ഡാമിനെ എതിർക്കുന്നത്? പുതിയ ഡാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള സ്ഥലത്തെല്ലാം ഉണ്ടാവുക, അപ്പൊ അതിന് പുറത്താണ്. പുറത്തൊരു ഡാം ഇട്ടാൽ ഇപ്പോഴുള്ള കരാർ ബാധകമല്ല. അത് പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവരപ്പോൾ പുതിയ കരാറിലേക്ക് പോകും. പുതിയ കരാറിലേക്ക് പോകാൻ തമിഴ്നാട് തയ്യാറല്ല. കാരണം പുതിയ കരാർ ആരെങ്കിലും 999 വർഷത്തിൽ കരാറുണ്ട്. ഇപ്പൊ നമ്മള് പുതിയ ഡാം കെട്ടിയിട്ട് അതിന് കരാർ എഴുതണമെന്ന് പറഞ്ഞാൽ 999 വർഷത്തിൽ കരാറുണ്ടാവും. തമിഴ്നാട്ടിൽ നന്നായി അറിയാം. അതുകൊണ്ട് പുതിയ ഡാമിന്റെ ആവശ്യം അവർ ഉന്നയിക്കുകയില്ല. അവർ തമ്മിലുള്ള കരാറാണ് പ്രശ്നം. നമുക്ക് വെള്ളത്തിന്റെ രാഷ്ട്രീയം തമിഴ്നാട് അറിയുന്നത് പോലെ കേരളത്തിന് അറിയില്ല. തമിഴ്നാട്ടിലെ ഓരോ ജനങ്ങളും അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളും വെള്ളത്തിന്റെ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് നമ്മൾ അറിയണം. കാരണം അവർക്ക് കൃഷിയുണ്ട്. നമ്മളത് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് മറികടക്കാൻ കഴിയൂ. രണ്ടാമത്, ഇപ്പൊ ഡാം കെട്ടി നമ്മുടെ കരാറാണ് 999 വർഷത്തേക്ക് വെച്ചാൽ ഇപ്പൊ നാം കെട്ടുന്ന ഡാം ബാക്കിയുള്ള 850 വർഷത്തേക്ക് ഉണ്ടാവുന്ന ഉറപ്പ് കൊടുക്കാൻ പറ്റും. പുതിയ ഡാം നാം കെട്ടി 850 വർഷത്തേക്ക് ഡാം ഉറപ്പ് നമ്മൾ കൊടുക്കുമോ? അത് കൊടുക്കാത്തടത്തോളം തമിഴ്നാട് ചെയ്യില്ല. 850 വർഷത്തേക്ക് ഉറപ്പ് കൊടുക്കണമെങ്കിൽ ഓരോ 100 വർഷം കഴിയുമ്പോൾ ഈ ഡാം പിന്നിൽ കെട്ടിക്കൊണ്ടു വരും. നമ്മൾ കെട്ടുന്ന ഡാം 100 വർഷമാണ്. ആ 100 വർഷം കഴിഞ്ഞ് എന്ത് ചെയ്യണം? നമുക്ക് വേണ്ടി പറയാം, നമ്മളുണ്ടാവില്ല. അങ്ങനെ നമുക്കൊരു കരാർ എഴുതാൻ പറ്റും. നമ്മുടെ തലമുറയോ അടുത്ത തലമുറയൊക്കെ വേണ്ടേ? ഞാൻ പറയുന്നതിന് പരിഹാരം കാണാൻ ഉള്ള കടമ്പകളാണ്. അത് മാത്രമല്ല, പുതിയ ഡാം കെട്ടാൻ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ്. ഇടുക്കിയിലുള്ള ആളുകൾക്ക് അറിയാം. പെരിയാർ ടൈഗർ റിസർവ് മുക്കി ഒരു ഡാം കെട്ടാൻ ഇന്നത്തെ കാലത്ത് അനുമതി കിട്ടാൻ വലിയ പാടാണ്. ലോക നിയമം അനുസരിച്ചപ്പോൾ ആഗോളതാപനവും ഒക്കെ ഉണ്ടാകുമ്പോൾ വനം നശിപ്പിക്കുന്നതിനെതിരെ ആരും കൂട്ടുനിൽക്കില്ല. അപ്പോ യഥാർത്ഥത്തിൽ ഞാൻ കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ സാറാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി വന്നിട്ടുള്ളത്. അദ്ദേഹവുമായി നിരന്തരം സംവാദം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് ആദ്യമേ ചോദിച്ചത്, കേരളം ആവശ്യപ്പെട്ട പുതിയ ഡാമല്ല, കേരളം ആവശ്യപ്പെട്ടത് ഡാം ഡീകമ്മീഷനിങ് ആണ്. ഈ ഡാം ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഡീകമ്മീഷനിങ് ആണ്. പുതിയ ഡാം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ആവശ്യം, എന്റെ ആവശ്യം. കേരളത്തിന് ആവശ്യമില്ല പുതിയ ഡാം. ഇതിന് കേരളത്തിന് പുതിയ ഡാം ആവശ്യം. തമിഴ്നാട് വേണമെങ്കിൽ അവരുടെ ഡാം ഉണ്ടാ കൊടുത്തുകൊണ്ടുപോയി കുറച്ച് എൻജോയ് ചെയ്തു. നാളെ അവിടെ മഴ പെയ്തില്ലെങ്കിൽ അവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റും. അതെടുത്തിട്ടുണ്ടോ? കാലാവസ്ഥാ മാറ്റം മാറിക്കൊണ്ടിരിക്കും. ഒരു വർഷം മുല്ലപ്പെരിയാറിന്റെ ഭാഗത്ത് മഴ പെയ്തു. ഇപ്പോൾ നമ്മൾ അതിവർഷമല്ലേ പറഞ്ഞു. കാലാവസ്ഥാ മാറ്റം എന്ന് പറഞ്ഞാൽ വർഷമില്ലാത്ത വർഷവും വരാം. ഇപ്പൊ നമ്മൾ മഴ കൂടിയിട്ടല്ലേ? ഒരു വർഷം മഴയില്ലാതെ കൊണ്ട് അപ്പോൾ നമുക്കറിയാം എന്താ ചെയ്യാൻ. ഇതിനേക്കാളൊക്കെ പ്രശ്നമാണ്. ഇതിനേക്കാളും കൂടുതൽ ആളുകൾ മരിക്കും, എന്തു മരിക്കും. അപ്പൊ അതുവരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പിന്നെ അതിന്റെ സാങ്കേതിക സാമ്പത്തികമൊക്കെ ഉണ്ട്. അപ്പൊ അതിനൊന്നും പോകുന്നില്ല. പുതിയ ഡാം എന്തു വരുന്നവരോടൊപ്പമില്ല. അതുകൊണ്ട് വേറെ പരിഹാരങ്ങൾ കൂടി വേണം എന്നാണ് എനിക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നത്. പുതിയ ഡാം വരുന്നവർ ഈ ഡാം വിൽക്കുന്നതിന് ഉറപ്പുണ്ടോ? ഇപ്പോൾ 2012 നമ്മൾ പുതിയ ഡാമുകൾക്ക് കേരളം ഒട്ടിട്ട് വലിയ സമരം ചെയ്തല്ലോ. 2024 ഒരു ഇഞ്ച് മുമ്പോട്ട് പോയോ? ഒരു ഇഞ്ച് പുറകോട്ടേ പോയിട്ടുള്ളൂ. ഇപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും പറയാൻ പറ്റില്ല പുതിയ ഡാം വേണം, ഇപ്പോഴുള്ള ഡാം ഉറപ്പുള്ള അദ്ദേഹം പറയുന്നത്. ഞാൻ രാഷ്ട്രീയം പറയല്ല. 2012-13 ഇതേ ആളുകൾ തന്നെയാണ് അന്ന് UDF LDF, ഞാനൊരു പാർട്ടിയെ കുറിച്ചല്ല, BJP ഒരു പാർട്ടിയെ കുറിച്ചല്ല, ഈ മുഖ്യമന്ത്രിയാണ് മനുഷ്യത്വങ്ങൾ നടത്തിയത്. മുല്ലപ്പെരിയാർ മുതൽ കൊച്ചി വരെ ഡാം ഇപ്പൊ പൊട്ടു എന്ന് പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിയെ കുറ്റം പറയുന്നതല്ല. ഞാൻ മുഖ്യമന്ത്രിയെ എനിക്ക് പറയാൻ പറ്റും. ഞാൻ മുഖ്യമന്ത്രിയല്ല എത്ര പറയും. ആണ് പ്രശ്നം. അപ്പൊ ഇത് മുഖ്യമന്ത്രിക്കോ പ്രതിപക്ഷത്തിനോ ഒരു സർക്കാരിനോ വിട്ടുകൊടുക്കുന്ന ഒരു കാര്യമല്ല. കേരളീയ സമൂഹത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യം മുഴുവൻ അറിയണം. തീർച്ചയായും ഒരു രാഷ്ട്രീയത്തിൽ ഒരു പുതിയ രീതി സ്വീകരിക്കുന്ന ആളാണ് മുഹമ്മദ് ഉദ്ദീൻ, എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത് ഈ യോഗത്തിൽ വന്ന് പറയുന്നത്. സാധാരണ എനിക്ക് രാഷ്ട്രീയ പാർട്ടികൾ മുല്ലപ്പെരിയാർ യോഗം വിളിച്ചാൽ എനിക്ക് പോകാൻ താല്പര്യമില്ല. കാരണം ഇപ്പോ മുല്ലപ്പെരിയാറിലെ ചപ്പാത്തിലെ സമരപ്പന്തൽ ഉദ്ഘാടനം ചെയ്ത ആളാണ് ഞാൻ 2006 ഡിസംബർ 25. അന്ന് സമരപ്പന്തൽ ആദ്യത്തെ സമരപ്പന്തൽ മുല്ലപ്പെരിയാർ വീട്ടിൽ ചപ്പാത്തിലാണ്. ഫാദർ നിരപ്പേലിനോട് ചോദിച്ചാലാണ് അദ്ദേഹം വിളിച്ചിട്ട് ഞാനവിടെ പോകണം. ആ പന്തലിന്റെ അവസ്ഥ ഇടുക്കിയിലുള്ളവർക്കറിയാം. കുറെ കാലം ആരും വരാറ്, ആരും കേട്ടില്ല.
2011 പെട്ടെന്ന് വലിയ പ്രശ്നം. 2012 കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കോടതി വരും, കേസ് വരും. ഞാൻ പറയുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണം എന്നാണ്. കാരണം അതിന് വെള്ളം ചെയ്യാണ്ടാവും. നമുക്കതറിയാം. തമിഴ്നാട് വെള്ളം കിട്ടുകയില്ല. നമ്മളൊരു പരിഹാരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാവേരി നദീജല തർക്കമുണ്ട് തമിഴ്നാട് കർണാടക തമ്മിൽ. കർണാടക തമിഴ്നാട് വെള്ളം കൊടുക്കുന്നുണ്ട്. അത് കണക്കുണ്ട്. ഇത്ര വെള്ളം കൊടുക്കുന്നുണ്ട്, ഇത്ര മഴ പെയ്താൽ ഇത്ര വെള്ളം കൊടുക്കണം. ആ കണക്കനുസരിച്ച് കർണാടക ഒരു കാര്യം മുന്നോട്ട് വെച്ചു. വെള്ളം ഞങ്ങൾ തരാം, പക്ഷേ ശേഖരണം നിങ്ങളുടെ അവിടെ ആയിരിക്കണം. കേരളം പറയേണ്ടത് വെള്ളം നിങ്ങൾ എടുത്തുകൊള്ളുക, പക്ഷേ ഞങ്ങളുടെ അവിടെ ഡാം കെട്ടിയിരിക്കാൻ നിങ്ങൾ താഴെ ഡാം കെട്ടണം. തമിഴ്നാട് ഇപ്പൊ തന്നെ ഡാം കെട്ടിയിട്ടുണ്ട്. വൈക 2 TMC വെള്ളത്തിന്റെ ഡാം അവർ ഓൾറെഡി കെട്ടിയിട്ടുണ്ട്. ഇതിലെ വെള്ളം കൊണ്ട് സൂക്ഷിക്കാൻ 3-4 ചെറിയ ഡാം കെട്ടിക്കോട്ടെ, താഴെ കെട്ടിക്കോട്ടെ. ഈ വെള്ളം വരുമ്പോൾ അങ്ങ് കൊടുത്തോട്ടെ, ഇതിന്റെ ലെവൽ കൊടുത്തോട്ടെ, നമുക്കൊരു വിരോധമില്ല. കേരളം ആവശ്യപ്പെടുന്നത് വേറെ ഒരു സംശയമില്ല, മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ്. അപ്പൊ തമിഴ്നാട് വരെ പുതിയ ഡാം വേണം. കാരണം ഈ ഡീകമ്മീഷൻ ചെയ്ത പുതിയ ഡാം വേണം. എത്ര കൊല്ലത്തിൽ നിങ്ങൾക്ക് ഇതിന് ഉറപ്പുണ്ടാകും? ഇപ്പൊ സുപ്രീം കോടതി പറഞ്ഞോട്ടെ, 999 വർഷത്തേക്ക് ഇതിന് ഉറപ്പ് കൊടുക്കാൻ സുപ്രീം കോടതിക്ക് പറ്റുമോ? ഒരു ഭൂചലനമുണ്ടായാൽ, അതിവർഷമുണ്ടായാൽ ഈ ഡാമിന് തകരാറുണ്ടാവുമെന്ന് നമുക്ക് കൃത്യമായി അറിയാം. ലോകത്ത് എത്ര ഡാം തകർന്നിട്ടുണ്ട്? അതിവർഷം വന്നാൽ തകരും, ഭൂചലനം വന്നാൽ തകരും. തകർന്നാൽ എന്ത് സംഭവിക്കും? ഞാൻ ആളുകളെ പേടിപ്പിക്കാൻ തയ്യാറില്ല. എങ്ങനെ തകരുന്നു, എപ്പോൾ തകരുന്നു, തകരുന്നു വിചാരിച്ചിട്ടുള്ള തകർന്നാൽ എങ്ങനെ